ചാവ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പാസ്ത എന്ന് പറയുന്നത് പാസ്ത കൊണ്ട് മിനസ്ത്രോണ ഉണ്ടോ. മിനസ്ത്രോണ ഞാൻ ലിഡില് മിനസ്ത്രോണ മേടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. കാരണം എല്ലാം മിക്സ് ആയിട്ടുള്ളൊരു പച്ചക്കറി ഫ്രോസൺ ആയിട്ടുള്ളത്. ഇപ്പോൾ ചൂടെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ, ഒടുക്കത്തെ ചൂടാണ്. എന്ത് ചെയ്യാം, ഇനി സെപ്റ്റംബർ മാസം വരെ ഇതേമാതിരി ചൂടായിരിക്കും. അപ്പോൾ പാസ്ത കോൺ മിനസ്ത്രോണ ഉണ്ട് ഇന്നത്തെ നമ്മുടെ പാസ്ത. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മിനസ്ത്രോണെ തന്നെ 14 ഐറ്റം പച്ചക്കറികൾ ഇതിനകത്തുണ്ട്. മിനസ്ത്രോണ്, കൊത്തവർദ്ധിച്ച് വെറുതൂരെ 14 ഐറ്റംസ് പച്ചക്കറികൾ ഇതിനകത്തുണ്ട് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ കോളിഫ്ലവർ ഉണ്ട്, പച്ചോളി ഉണ്ട്, നമ്മുടെ ബീൻസ് ഉണ്ട്, എല്ലാ ഐറ്റംസും ഇതിനകത്ത് മിക്സാണ് കേട്ടോ. ഇതാണ് മിനസ്ത്രോണ്. നമ്മളൊരു പെന്തള വയ്ക്കുക. പെന്തള വെച്ചിട്ട് നമുക്ക് ഈ മിനസ്ത്രോണയും പാസ്തയും വേവാനുള്ള വെള്ളം നമ്മൾ വെക്കുക. ആ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മിനസ്ത്രോണെ ഇതിനകത്തിട്ട് വേവിക്കുക. അതൊന്ന് വെന്ത് വരുമ്പോൾ ആ വെള്ളത്തിലിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പാസ്ത വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ആ പാസ്ത വേവാനുള്ള വെള്ളവും പിന്നെ ഉപ്പിടുമ്പോൾ ആ പാസ്തയ്ക്കുള്ള ഉപ്പും കൂടി നമ്മൾ ഇട്ടണം കേട്ടോ. അപ്പോൾ ഇതും വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്, പാസ്ത കോൺ മിനസ്ത്രോണെ. അതാണ് ഇന്നത്തെ പാസ്ത. ഇപ്പം നന്നായിട്ട് വെട്ടി തിളച്ച് ഇപ്പോൾ വേണ്ട, കുറച്ച് വേവായിട്ടുണ്ട്, കുറച്ച് കൂടി വേവാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3/4 ഭാഗം വേവായി കഴിയുമ്പോൾ നമുക്ക് പാസ്ത ഇടാം കേട്ടോ. കാരണം പാസ്തയ്ക്ക് ഏകദേശം 10-11 മിനിറ്റ് വേവുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു 3/4 ഭാഗം വേവായാൽ മതി. ഇതിപ്പോൾ ഏകദേശം ഒരു പകുതി ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് വേവിക്കാം, തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പാസ്ത ഇടാം കേട്ടോ. നമ്മ ചെറിയ പാസ്തന്നെ ഇതിൻ്റെ കൂടെ ഇടണം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ അമ്മമ്മേനെ കാണിക്കട്ടോ. എൻ്റെ അമ്മമ്മേനെ പലരും കാണണം എന്ന് പറയാറുണ്ട്. അപ്പം എൻ്റെ അമ്മമ്മേനെ കാണിക്കാം. Signora Rosa, vedi? Ciao, saluto. Ciao. Saluto, ciao a tutti. Ciao a tutti. നമസ്കാരം. Detto നമസ്കാരം. Namaskara. എല്ലാവർക്കും നമസ്കാരം. All'arco. നമസ്കാരം. Namaskara. Brava. Buon pranzo. Buon pranzo. ബോൺ പ്രാൻസോ എന്ന് പറഞ്ഞിട്ടാ. ബോൺ പ്രാൻസോ എന്ന് വെച്ചാൽ നമുക്ക് പ്രാൻസോ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ലഞ്ച്. അപ്പോൾ ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ പോകുമ്പോൾ ഇവർ അങ്ങനെ സലൂട്ട് ചെയ്യും. ബോൺ പ്രാൻസോ, ബോന ചേന, അല്ലെങ്കിൽ ബോന എന്നിട്ട് പറയാം അല്ല, അങ്ങനെയൊക്കെ പറയും കേട്ടോ. ഇവർക്ക് സലൂത്ത്, അതായത് വിഷ് ചെയ്യണത് ഇവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ചാവ് പറയും. നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് പോകാൻ നേരത്തും ചാവ് പറയും. പിന്നെ ബുഞ്ചോർണോ, ബോണസെറ, ഇതൊക്കെ ഇവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഗ്രാക്സിയ എന്ന് പറയുന്നത്, നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ പിന്നിൽ നമ്മൾ ഗ്രാക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി നമ്മൾ ഇറ്റാലിയൻ പഠിച്ചെന്നുള്ളതാണ്. അപ്പം ചാവോ ഗ്രാക്സിയ ഇത് രണ്ടും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഗ്രാക്സിയ എന്ന് പറയുന്നത് നന്ദി, ചാവോ എന്ന് പറഞ്ഞാൽ ഹായും ബായും ബൈ. അതായത് നമ്മൾ ഒരാൾ ആദ്യം കാണുമ്പോൾ ചാവോ പറഞ്ഞാൽ അത് ഹായ് ആണ്. നമ്മൾ പോരാൻ നേരത്ത് ചാവോ പറഞ്ഞാൽ അത് ബൈ എന്ന് പറഞ്ഞതിന് തുല്യമുണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇറ്റാലിയൻസിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പലർക്കും താങ്ക് യു പറയാനായിട്ട് മടിയാണ്, പക്ഷെ ഇവർക്ക് താങ്ക് യു പറയാനായിട്ട് ഒരു മടിയില്ല. അതാണ്. അപ്പോൾ നമ്മുടെ പാസ്ത നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മിനസ്ത്രോണയുടെ കൂടെ ഉപയോഗിക്കുന്ന പാസ്ത ഈ ചെറിയ പാസ്തയുണ്ടോ, ഇത് ഇറ്റലി. ഈ ചെറിയ പാസ്തയാണ് നമ്മൾ മിനസ്ത്രോണയുടെ കൂടെ ഉപയോഗിക്കുന്നത്. എനിക്കും അപ്പൂപ്പനും അമ്മമ്മയ്ക്കുള്ള പാസ്ത ഇത് മതിയാവും. 250 ഗ്രാം ഇതും ഒരു 70-80 ഗ്രാം മിനസ്ത്രോണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 300 ഗ്രാമിന് മുകളിലായല്ലോ. അപ്പോൾ 3 പേർക്കുള്ള പാസ്ത ഇത് മതി. അമ്മമ്മ ഉപ്പിട്ടെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അമ്മമ്മ ഉപ്പിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഏകദേശം ഇത്രയും ഉപ്പിട്ടിട്ടുണ്ടോ, അതായത് സല ഗ്രോസും കേട്ടോ എടുക്കണേ. അപ്പോൾ ഇത്രയും ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം പാസ്തയ്ക്കും കൂടിയുള്ള ഉപ്പ് വേണമല്ലോ. ഒരു കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടിയും കുറച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ പാസ്ത ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഈ പാസ്ത ഇതിൻ്റെ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. അപ്പോൾ ഇത് ഇട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ.
കടഞ്ഞിപ്പോൾ ഇപ്പോൾ കടന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പാസ്ത വേവുന്നതോടുകൂടി ഇതിൻ്റെ വെള്ളം കുറച്ച് വറ്റുകയും ചെയ്യും. കുറച്ച് ബ്രോതായിട്ടുണ്ട് ഈ സാധനം എടുക്കുള്ളൂ. കുറച്ച് വെള്ളം ഉണ്ടാവും ഇതിനകത്ത്. ഈ വെള്ളത്തിന് പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. നമ്മുടെ മിനിസ്ട്രോണം പ്രോന്ത കേട്ടോ റെഡി ആയിരുന്നു കേട്ടോ. ഞാനത് വീഡിയോ എടുക്കാൻ പറഞ്ഞത് അപ്പോഴേക്കും അമ്മമ്മ വേണ്ട. ഇപ്പം ആ വെള്ളമൊക്കെ വറ്റി നമ്മുടെ പാസ്തയും വെന്തു, വെള്ളം വറ്റി. വേണ്ട ഇങ്ങനെ ഉണ്ടോ അതിൻ്റെ ഇത് കണ്ട. ഇതാണ് മിനസ്ട്രോണെ, പാസ്ത കോൺ മിനസ്ട്രോണെ. ഇതിങ്ങനെ ഇരിക്കും. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഫോർമാജി ഇട്ട് കൊടുക്കട്ടോ. കുറച്ച് കേട്ടോ ആവശ്യക്കാർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഫോർമാജി ഇട്ട് കൊടുക്കാം. Non fa troppo caro, ho l'impressione questo pasta medi. മാത്രം പാസ്ത 250 ഗ്രാം പാസ്തയും ഒരു 70-80 ഗ്രാം മിനിസ്ട്രോണയും എടുത്താൽ ഞങ്ങൾ 3 പേർക്ക് കറക്റ്റാട്ടോ. ഇതിനകത്ത് നമ്മുടെ സെക്കൻഡോ എന്ന് പറയുന്നത് പ്രഷൂത്തോ ഉണ്ട്. പ്രഷൂത്തോ ഇത് വേണ്ട നല്ല ടേസ്റ്റി സാധനം. പിന്നെ നമ്മുടെ ക്യാപ്സിക്കില്ലേ, ക്യാപ്സിക്കം ഒരു ഓയിലിട്ട് വേവിച്ചതും പിന്നെ പാനയും പ്രഷൂത്തുമാണ് ഇന്ന് സെക്കൻഡോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ സെക്കൻഡോ. പാന്, പെപ്പറോണി, prosciutto scelto, cotto scelto. Prosciutto cotto scelto. Come si chiama? പാന ഇങ്ങനെ നമ്മൾ പൊളിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു പീസ് mangia che in bocca. Ma era una frutta di mano, puoi accattare un po' di frutta. Se c'è vuoi andare a comprare un po' di frutta. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വയ്ക്കുക. കുറച്ച് പെപ്പറോണി എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. ഇങ്ങനെ മടക്കുക. സ്വർഗം മാമ സ്വർഗം. അടിപൊളി കേട്ടോ. അപ്പോൾ ഇത്രത്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രാൻസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നിങ്ങൾ ഇറ്റലിയിലുള്ളവരും നാട്ടിലുള്ളവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ചാവോ.